വെൽക്കം ടു AS EduZone. LSTD ഓവർസിയർ ഗ്രേഡ് 2ൻ്റെ റിവിഷൻ സീരീസ് പാർട്ട് 2 വീഡിയോ ആണിത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓർണമെൻ്റൽ മോൾഡഡ് കോഴ്സ് പ്ലേസ്ഡ് ഓൺ ദ ടോപ്പ് ഓഫ് വാൾ. ഓപ്ഷൻ എ കോർണിസ്, ഓപ്ഷൻ ബി കോർബൽ, ഓപ്ഷൻ സി കോപ്പിംഗ്, ഓപ്ഷൻ ഡി ലിൻഡൻ. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കോർണിസ് ആണ് ഓർണമെൻ്റൽ മോൾഡഡ് കോഴ്സ് പ്ലേസ്ഡ് ഓൺ ദ ടോപ്പ് ഓഫ് വാൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇവിടെ നമ്മളൊരു ത്രോട്ടിങ് ഒക്കെ കൊടുക്കും അല്ലേ. ത്രോട്ടിങ് എന്തിനാണ് കൊടുക്കുന്നത്? ത്രോട്ടിങ് എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രക്ചറിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്രൂവാണ്. ഇത് പൊതുവെ എന്തിനാ, ആ ഒരു റെയിൻ വാട്ടർ തട്ടിത്തെറിച്ച് പോകാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ആ ഒരു ത്രോട്ടിങ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സർഫസ് വെതേർഡായിട്ടൊരു സ്ലോപ്ഡ് ഫാഷനിൽ വെതേർഡായിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു കോർണിസിൻ്റെ ടോപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ഓഫ് സ്റ്റോണിനെ നമ്മൾ എന്തെന്ന് പറയും? ബ്ലോക്കിംഗ് കോഴ്സ് എന്നും താഴെ പ്രൊവൈഡ് ചെയ്യുന്നതിനെ ഫ്രീസ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് കോർണിസ് ആണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കോർബൽ ആയിരുന്നു അല്ലേ. കോർബൽ എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റിംഗ് സ്റ്റോൺ ആണ്. ഇവിടെ പൊതുവേ ഇതൊരു സപ്പോർട്ടിങ് സിസ്റ്റം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഡ്രസ് ബോൾ പ്ലേറ്റിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റിംഗ് സ്റ്റോണിനെയാണ് കോർബൽ എന്ന് പറയുന്നത്. അടുത്തത് കോപ്പിംഗ് ആണ്. കോപ്പിംഗ് എന്ന് പറയുന്നതും ഇതും ഒരു കോഴ്സ് ഓഫ് സ്റ്റോൺ തന്നെയാണ്. പക്ഷേ ടോപ്പ് ഓഫ് ദ വാൾ അല്ലെങ്കിൽ വാളിൻ്റെ മുകളിൽ നമ്മൾ ലേ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കോഴ്സ് ഓഫ് സ്റ്റോണിനെയാണ് കോപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് വാളിനെ റെയിൻ വാട്ടറിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു കോഴ്സ് ഓഫ് സ്റ്റോണിനെയാണ് കോപ്പിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ലിൻഡിലാണ്. ലിൻഡിൽ എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് വിചാരിക്കുന്നു. ലിൻഡിൽ എന്ന് പറയുന്ന ഒരു ഹൊറിസോണ്ടൽ മെമ്പറാണ്. അത് ഒരു ഓപ്പണിങ്ങിൻ്റെ മുകളിൽ എക്രോസിൽ പ്ലേസ് ചെയ്യുന്നൊരു സാധനമാണ്. അതെന്തിനാണ് കൊടുക്കുന്നത്? അതിൻ്റെ മുകളിലുള്ള സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് ലിൻഡിൽ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മേസണറി മെയ്ഡ് ഫ്രം സ്ക്വയർഡ് ബ്ലോക്സ് ഓഫ് സ്റ്റോൺസ് tool to a true face on all sides. Option A random rubble masonry, option B ashlar masonry, option C uncoated rubble masonry, option D dry masonry. ഓക്കെ, അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് വണ് സ്റ്റോൺ മേസണറി ക്ലാസിഫിക്കേഷനാണ്. സ്റ്റോൺ മേസണറി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 2 കാറ്റഗറീസ് ആയിട്ടാണ്, റബിൾ മേസണറിയും ആസ്ലാർ മേസണറിയും. ഡബിൾ മേസണറി എന്ന് പറയുന്നത് എന്താണ്? കൺസ്ട്രക്ഷനിൽ സ്റ്റോൺസ് ഓഫ് ഇറഗുലർ സൈസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ ആസ്ലാർ മേസണറി എന്ന് പറയുന്നത് ഇവിടെ റെഗുലർ ആയിട്ടുള്ള, അതായത് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ബ്ലോക്സ് ഓഫ് സ്റ്റോൺസ് ആയിരിക്കും കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ റബിൾ മേസണറിയിൽ തന്നെ വീണ്ടും 6 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് റബിൾ മേസണറി, അൺകോസ്റ്റ് റബിൾ മേസണറി, റാൻഡം റബിൾ മേസണറി, പോളിഗൺ റബിൾ മേസണറി, ഡ്രൈ റബിൾ മേസണറി, ഫ്ലിൻറ്റ് റബിൾ മേസണറി. ഓക്കെ, അപ്പോൾ അതിൽ റാൻഡം റബിൾ മേസണറി എന്ന് പറയുന്നത് ഇവിടെ സ്റ്റോൺസ് ഓഫ് ഇറഗുലർ സൈസ് ആൻഡ് ഷേപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ അപ്പിയറൻസിന് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കും സ്റ്റോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 സോർട്ട് പറയുന്നുണ്ട്. റാൻഡം റബിൾ മേസണറിയുടെ സോർട്ട് 1 ഉണ്ട്, സോർട്ട് 2 ഉണ്ട്. സോർട്ട് 1 എന്ന് പറയുന്നത് ഫേസിങ് സ്റ്റോൺസ് ചൈസൽ ഡ്രസ്റ്റ് ആയിരിക്കും. സോർട്ട് 2ൽ ഹാമർ ഡ്രസ്റ്റ് ആയിരിക്കും ഫേസിങ് സ്റ്റോൺ എന്ന് പറയുന്നത്. ചൈസൽ ഡ്രസ്റ്റ് ആണെങ്കിൽ ഇവിടുത്തെ മോട്ടാർ തിക്നെസ് 6 mm, ഹാമർ ഡ്രസ്റ്റ് ആണെങ്കിൽ മോട്ടാർ തിക്നെസ് 12 mm ആണ് വരുന്നത്. അടുത്തത് അൺകോസ്റ്റ് റബിൾ മേസണറിനെ കുറിച്ചാണ് പറയുന്നത്. അൺകോസ്റ്റ് റബിൾ മേസണറി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റോൺസ് എന്ന് പറയുന്നത് ക്വാറിയിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന ടൈപ്പ് ഓഫ് സ്റ്റോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് സ്റ്റോൺസ് ഡ്രസ്റ്റ് ആയിരിക്കില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ മോട്ടാർ തിക്നെസ് എന്ന് പറയുന്നത് 12 mm ആയിരിക്കും കൊടുക്കുന്നത്. അല്ലെങ്കിൽ തിക്നെസ് ഓഫ് ജോയിൻറ്റ് 13 mm കുറവായിരിക്കും ഇവിടെ കൊടുക്കുന്ന ജോയിൻസിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. അടുത്തത് ഡ്രൈ റബിൾ മേസണറിയാണ്. ഡ്രൈ റബിൾ മേസണറി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മോട്ടാർ യൂസ് ചെയ്യുന്നില്ല കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്. അതാണ് ഡ്രൈ റബിൾ മേസണറി എന്ന് പറയുന്നത്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ആസ്ലാർ മേസണറിയാണ്. അതായത് സ്ക്വയർ ബ്ലോക്സ് ഓഫ് സ്റ്റോൺസും എല്ലാ സൈസിലും ട്രൂ ഫേസ് ആണെങ്കിൽ അതെന്താണ്? ആസ്ലാർ മേസണറിയാണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ സ്റ്റോൺ എക്സ്റ്റെൻഡിങ് ത്രൂ ഔട്ട് ദ തിക്നെസ് ഓഫ് വാൾ ആൻഡ് ആക്ട് ആസ് എ ബോണ്ട് സ്റ്റോൺ. ഓപ്ഷൻ എ ബെഡിങ് സ്റ്റോൺ, ഓപ്ഷൻ ബി കോർബൽ സ്റ്റോൺ, ഓപ്ഷൻ സി ഡ്രിപ്പ് സ്റ്റോൺ, ഓപ്ഷൻ ഡി ത്രൂ സ്റ്റോൺ.
ഡ്രിപ്പ് സ്റ്റോൺ എന്താണ്? ഡ്രിപ്പ് സ്റ്റോൺ എന്ന് പറയുന്നത് അതിൻ്റെ വേറൊരു പേരാണ് ലേബൽ എന്ന് പറയുന്നത്. ഡ്രിപ്പ് സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റിംഗ് സ്റ്റോൺ മേസണറി കോഴ്സാണ്. അത് ഡോസ് അല്ലെങ്കിൽ വിൻഡോസിൻ്റെ മുകളിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിംഗ് കോഴ്സിനെയാണ് ലേബൽ എന്ന് പറയുന്നത്. ലേബലിനെ തന്നെയാണ് ഡ്രിപ്പ് സ്റ്റോൺ എന്ന് പറയുന്നത്. അടുത്തത് ത്രൂ സ്റ്റോൺ ആണ്. ത്രൂ സ്റ്റോണിനെ ത്രൂ, ബോണ്ട് സ്റ്റോൺസ് എന്നൊക്കെ വേറെ പേരുകളുമുണ്ട്. സ്റ്റോൺ വർക്കിൽ സം സ്റ്റോൺസ് റെഗുലർ ഇൻ്റർവെല്ലിൽ ബോളിന് റൈറ്റ് അക്രോസ് ആയി കൊടുക്കുന്നതിനെയാണ് ത്രൂ സ്റ്റോൺസ് എന്ന് പറയുന്നത്. ഈ ത്രൂ സ്റ്റോൺസിൻ്റെ ഏരിയ കവേർഡ് ബൈ ബോണ്ട് സ്റ്റോൺ എന്ന് പറയുന്നത് 1/4 to 1/2 ഓഫ് ദ ഏരിയ ഓഫ് മേസണറി ആയിരിക്കും. അതുപോലെ തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് ഒക്കർ ചെയ്യുന്ന പ്ലേസസിലാണ് ഈ ഒരു ത്രൂ സ്റ്റോൺസ് കൊടുക്കുന്നത്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ലെങ്തിന് പെർപെൻഡിക്കുലറായി, അതായത് അക്രോസ് ദ തിക്നെസ്സിലായിരിക്കും ത്രൂ സ്റ്റോൺസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്റ്റോൺ എക്സ്റ്റെൻഡിങ് ത്രൂ ഔട്ട് ദ തിക്നെസ് ഓഫ് വാൾസ് ആക്ട് ആസ് എ ബോണ്ട് സ്റ്റോൺ. ആൻസർ ത്രൂ സ്റ്റോൺ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, horizontal course provided to strengthen a wall of irregular small stones is known as. Option A, through stone. Option B, string course. Option C, lacing course. Option D, none of this. സ്ട്രിങ് കോഴ്സ് എന്താണ്? സ്ട്രിങ് കോഴ്സ് എന്ന് പറയുന്നത് ഇതും ഒരു ഹൊറിസോണ്ടൽ കോഴ്സ് തന്നെയാണ്. ഇത് പ്ലിന്തിൻ്റെയും കോർണിസിൻ്റെയും ഇടയ്ക്ക്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്ലിന്തിൻ്റെയും കോർണിസിൻ്റെയും ഇടയ്ക്ക് സ്യൂട്ടബിൾ ലെവൽസിൽ കൊടുക്കുന്ന ഹൊറിസോണ്ടൽ കോഴ്സിനെയാണ് സ്ട്രിങ് കോഴ്സ് എന്ന് പറയുന്നത്. ഇത് മെയിൻലി നമ്മൾ കൊടുക്കുന്ന ഒരു പ്ലെയിൻ സർഫസ് ആയിട്ടായിരിക്കും അല്ലേ ഇരിക്കുന്നത്. അതായത് ഒരു വാള് പ്ലെയിൻ സർഫസ് ആയിട്ട് ഇരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോണോട്ടോണി ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രിങ് കോഴ്സ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു മെയിൻലി നമ്മൾ എന്താണ് ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടിക്ക് വേണ്ടി കൊടുക്കുന്ന സാധനത്തിനെയാണ് സ്ട്രിങ് കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ലേസിങ് കോഴ്സാണ്. ലേസിങ് കോഴ്സാണ് എന്തെന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കോഴ്സാണ്. ഇതൊരു ഹൊറിസോണ്ടൽ കോഴ്സാണ്. ഇത് ഇറഗുലർ ആയിട്ടുള്ള സ്മോൾ സ്റ്റോൺസ് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ വാൾസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഹൊറിസോണ്ടൽ കോഴ്സിനെയാണ് ലേസിങ് കോഴ്സ് എന്ന് പറയുന്നത്. ഇത് ആസ്ലാർ മേസണറി ആകാം, കോസ്റ്റബിൾ മേസണറി ആകാം, അല്ലെങ്കിൽ ബ്രിക്ക് മേസണറി ആകാം, ഏതും ആകാം. ഓക്കെ, അപ്പോൾ ഇതൊരു ഹൊറിസോണ്ടൽ കോഴ്സാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലേസിങ് കോഴ്സാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സോഫ്റ്റസ്റ്റ് റോക്ക് ഈസ് ഓപ്ഷൻ എ മാർബിൾ, ഓപ്ഷൻ ബി ഡയമണ്ട്, ഓപ്ഷൻ സി ടാൽക്ക്, ഓപ്ഷൻ ഡി ക്വാർട്സ്. ഈ ടേബിളിൽ ഹാർഡ്നെസ് വാല്യൂ ഓഫ് ഡിഫറെൻറ്റ് സ്റ്റോൺസ് ആണ് കാണിച്ചിരിക്കുന്നത്. മോസ് സ്കെയിൽ വെച്ചിട്ടുള്ള ഹാർഡ്നെസ്സിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ ടേബിളിൽ നോക്കുകയാണെങ്കിൽ ഹാർഡ്നെസ് നമ്പർ 1 വരെ ആണെങ്കിൽ അതെന്താണ്? സോഫ്റ്റ് ആണല്ലേ. അപ്പം ഫസ്റ്റ് ഹാർഡ്നെസ് നമ്പർ 1 വരുന്നത് ടാൽക്കാണ്. അതിനുശേഷം ജിപ്സം, പിന്നെ കാൽസൈറ്റ്, ഫ്ലൂറൈറ്റ്, അപ്പറ്റൈറ്റ്, ഓർത്തോക്ലേസ്, ക്വാർട്സ്, ടോപ്പാസ്, കോറൻഡം, ഡയമണ്ട്. ഇതിൽ നമ്പർ വെച്ചിട്ടാണ് ഹാർഡാണോ സോഫ്റ്റ് ആണോ നോക്കുന്നത്. ഡയമണ്ട് ആണ് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ളത്. സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ളത് ടാൽക്കാണ്. അപ്പോൾ ആൻസർ വരുന്നത് ടാൽക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, the hardness of stone used for road work should be greater than option A 10, option B 13, option C 17, option D 20. ഇവിടെ ആൻസർ പറയുന്നതിന് മുന്നേ ആയിട്ട് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ നോക്കാം. സ്പെസിഫിക് ഗ്രാവിറ്റി എപ്പോഴും 2.7 കൂടുതലായിരിക്കണം. അടുത്തത് ടെക്സ്ചറാണ്. ഒരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിന് വേണ്ടിയിട്ട് ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു കോമ്പാക്ട് ഫൈൻ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കണം. ക്യാവിറ്റീസും ക്രാക്സും പാച്ചസ് ഓഫ് ലൂസ് മെറ്റീരിയൽസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ടഫ്നെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 19 ആണെങ്കിൽ അത് ഹൈ ടഫ്നെസ് ആയിരിക്കും. അടുത്തത് 13നും 19നും ഇടയ്ക്കാണെങ്കിൽ മോഡറേറ്റ്ലി ടഫായിരിക്കും. ലെസ് ദാൻ 13 ആണെങ്കിൽ അത് ആ ഒരു സ്റ്റോൺ നമ്മൾ യൂസ് ചെയ്യത്തില്ല. അടുത്തത് കോഎഫിഷ്യൻ്റ് ഓഫ് ഹാർഡ്നെസ് ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഹാർഡ്നെസ്സിൽ ഗ്രേറ്റർ ദാൻ 17 ആണെങ്കിൽ അത് റോഡ് വർക്കിന് യൂസ് ചെയ്യും. അടുത്തത് 17 to 14 ആണെങ്കിൽ മീഡിയം ഹാർഡ്നെസ് ആയിരിക്കും. ലെസ് ദാൻ 14 ആണെങ്കിൽ അവിടെ പുവർ ഹാർഡ്നെസ് എന്നാണ് പറയുന്നത്. അടുത്തത് വാട്ടർ അബ്സോർപ്ഷൻ പറയുകയാണെങ്കിൽ പെർസെൻറ്റേജ് വാട്ടർ അബ്സോർപ്ഷൻ ബൈ വെയ്റ്റ് ഒരിക്കലും 0.6 കൂടാൻ പാടില്ല. അടുത്തത് വാട്ടർ അബ്സോർപ്ഷനാണ്, അതായത് പോറോസിറ്റി ആണ് പറയുന്നത്. അതായത് ഒരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ഒരിക്കലും 5%
വാട്ടർ അബ്സോർബ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ 10%-നേക്കാളും കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബിൽഡിംഗ് സ്റ്റോൺ റിജക്റ്റ് ചെയ്യും. സോ ഇവിടുത്തെ ആൻസർ ഹാർഡ്നെസ് ആണ് ചോദിച്ചിരുന്നത് റോഡ് വർക്കിന് വേണ്ടിയിട്ടുള്ളത്. ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 17. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൂൾ ഈസ് യൂസ് ടു സ്പ്ലിറ്റ് സ്റ്റോൺ ഇൻ സ്റ്റോൺ മേസണറി? ഓപ്ഷൻ എ മാലറ്റ്, ഓപ്ഷൻ ബി പിക്ക്, ഓപ്ഷൻ സി ഫേസ് ഹാമർ, ഓപ്ഷൻ ഡി ഗാർഡ്സ്. ആൻസർ ഗാർഡ്സ് ആണ്. ഈ ഒരു കോളം എന്ന് പറയുന്നത് സ്റ്റോൺ മേസണറിയിൽ യൂസ് ചെയ്യുന്ന ടൂൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടേബിളാണ് ഈ തന്നിരിക്കുന്നത്. ഇതൊന്ന് നോക്കി വായിച്ചിട്ട് പോവാം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റേറ്റ് ഓഫ് വിയർ ഓഫ് സ്റ്റോൺസ് വിച്ച് ആർ യൂസ്ഡ് ഇൻ റോഡ് കൺസ്ട്രക്ഷൻ ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ? ഓപ്ഷൻ എ ഹാർഡ്നെസ് ടെസ്റ്റ്, ഓപ്ഷൻ ബി അട്രീഷൻ ടെസ്റ്റ്, ഓപ്ഷൻ സി ആസിഡ് ടെസ്റ്റ്, ഓപ്ഷൻ ഡി ക്രഷിംഗ് ടെസ്റ്റ്. ആൻസർ ഏതായിരിക്കും വരുന്നത്? അട്രീഷൻ ടെസ്റ്റാണ് ആൻസറായിട്ട് വരുന്നത്. ജസ്റ്റ് ഞാൻ ഒരു ടെസ്റ്റും അതിൽ നിന്ന് എന്താണ് കണ്ടുപിടിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഫസ്റ്റ് വൺ ഈസ് ആസിഡ് ടെസ്റ്റാണ്. ആസിഡ് ടെസ്റ്റിൽ പ്രസൻസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അട്രീഷൻ ടെസ്റ്റിൽ റേറ്റ് ഓഫ് വിയർ ഓഫ് സ്റ്റോൺസ് യൂസ്ഡ് ഇൻ റോഡ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അതിനുള്ള ഒരു ടെസ്റ്റാണത്. അടുത്തത് ക്രഷിംഗ് ടെസ്റ്റാണ്. കംപ്രസറി സ്ട്രെങ്ത് ഓഫ് സ്റ്റോൺ ആണ് കണ്ടുപിടിക്കുന്നത്. ഹാർഡ്നെസ് ടെസ്റ്റിൽ ഹാർഡ്നെസ് ഓഫ് എ സ്റ്റോൺ അതാണ് കണ്ടുപിടിക്കുന്നത്. അതായത് കോഎഫിഷ്യൻറ്റ് ഓഫ് ഹാർഡ്നെസ് ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അതാണ് നമ്മൾ മുന്നത്തെ ഒരു ടേബിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് ഇമ്പാക്ട് ടെസ്റ്റ് ആണ്. ഇമ്പാക്ട് ടെസ്റ്റ് ടഫ്നെസ് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സ്മിത്ത് ടെസ്റ്റ് സോലബിൾ മാറ്ററിൻ്റെ പ്രസൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അടുത്തത് വാട്ടർ അബ്സോർപ്ഷൻ ആണ്. പെർസെൻറ്റേജ് അബ്സോർപ്ഷൻ ബൈ വെയിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മോസ്റ്റ് പവർഫുൾ എക്സ്പ്ലോസീവ് യൂസ്ഡ് ഇൻ ബ്ലാസ്റ്റിംഗ്? ഓപ്ഷൻ എ ബ്ലാസ്റ്റിംഗ് പൗഡർ, ഓപ്ഷൻ ബി ഡൈനാമൈറ്റ്, ഓപ്ഷൻ സി ഗൺ കോട്ടൺ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ആൻസർ ഓപ്ഷൻ സി ഗൺ കോട്ടൺ ആണ്. ഇവിടെ ഓരോ എക്സ്പ്ലോസീവ്സിൻ്റെ കോമ്പോസിഷൻ അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതാണ്. ഓക്കെ, ബ്ലാസ്റ്റിംഗ് പൗഡർ എന്ന് പറയുന്നത് വേറൊരു പേര് ഗൺ പൗഡർ എന്നും പറയും. കോമൺലി യൂസ്ഡ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മിക്സ്ചർ എന്ന് പറയുന്നത് 75% സാൽപ്യൂറേറ്റും 10% സൾഫറും 15% ചാർക്കോളാണ് വരുന്നത്. അടുത്തത് ഡൈനാമൈറ്റ് ആണ്. ഡൈനാമൈറ്റ് 75% നൈട്രോ ഗ്ലിസറിനും 25% സാൻഡി എർത്തും വരുന്നുണ്ട്. ഡൈനാമൈറ്റിൻ്റെ സ്കാറ്ററിംഗ് പവർ കൂടുതലാണ്. അടുത്തത് കോർഡേറ്റ് ആണ്. കോർഡേറ്റ്, ഓക്കെ, കോർഡേറ്റ് പവർഫുള്ളാണ്. അതുപോലെ തന്നെ നൈട്രോ ഗ്ലിസറിൻ യൂസ് ചെയ്യുന്ന സ്മോക്ക്ലെസ് എക്സ്പ്ലോസീവ് ഏതാണെന്ന് ചോദിച്ചാൽ കോർഡേറ്റ് ആണ് എഴുതേണ്ടത്. അടുത്തത് ഗൺ കോട്ടൺ ആണ്. ഗൺ കോട്ടൺ ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഗൺ കോട്ടൻ്റെ വേറൊരു പേര് നൈട്രോ സെല്ലുലോസ് എന്നാണ്. ഗൺ കോട്ടൺ എന്ന് പറയുന്നത് കോട്ടൺ സാച്ചുറേറ്റ് ചെയ്തിട്ടാണ് ഇത് കിട്ടുന്നത്. അത് എന്തിലാണ് സാച്ചുറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നൈട്രിക് ആസിഡിലും സൾഫ്യൂരിക് ആസിഡ്, അതായത് H2SO4ലും HNO3യിലും കൂടെ സാച്ചുറേറ്റ് ചെയ്തിരിക്കുന്ന കോട്ടൺ ആണ് ഗൺ കോട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മോസ്റ്റ് പവർഫുൾ എക്സ്പ്ലോസീവ് ഗൺ കോട്ടൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ അണ്ടർ-റീംഡ് പൈൽ എ ബൾബ് ക്യാൻ ഇൻക്രീസ് ദ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ അപ് ടു ഡാഷ് പെർസെൻറ്റേജ്? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 30, ഓപ്ഷൻ ഡി 50. ആൻസർ 50% ആണ്. ഓക്കെ, അണ്ടർ-റീംഡ് പൈൽ എന്ന് പറയുമ്പോൾ ലോ ബിയറിംഗ് കപ്പാസിറ്റീസ് ഉള്ള സോയിൽ, അതായത് ബ്ലാക്ക് കോട്ടൺ സോയിൽ പോലുള്ള സോയിലുകളിൽ മോസ്റ്റ് സ്യൂട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അൺകേസ്ഡ് പൈൽസാണ് അണ്ടർ-റീംഡ് പൈൽ എന്ന് പറയുന്നത്. ഡയമീറ്റർ ഓഫ് പൈല് 20 സെൻറ്റിമീറ്റർ മുതൽ 50 സെൻറ്റിമീറ്ററിന് ഉള്ളിലായിരിക്കും വരുന്നത്. ഈ ബൾബുകൾ തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.25 to 1.5 D ആയിരിക്കും. ഡയമീറ്റർ ഓഫ് പൈൽ, അതാണ് സ്മോൾ ഡി എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ബൾബ്സ് എന്ന് പറയുന്നത് 1.25 to 1.5 d ആയിരിക്കും വരുന്നത്. ഡയമീറ്റർ ഓഫ് ബൾബ് എന്ന് പറയുന്നത് 2.5 ടൈംസ് d ആണ്. അതായത് 2.5 ടൈംസ് ഡയമീറ്റർ ഓഫ് പൈലായിരിക്കും ഡയമീറ്റർ ഓഫ് ബൾബ് എന്ന് പറയുന്നത്. സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കാനുള്ള 2 പോയിൻറ്റ്സ് ആണിത്, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസും ഡയമീറ്റർ ഓഫ് ബൾബും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Grillage foundation is generally used in case of option A heavy loads, option B sandy soil, option C depth of foundation is large, option D soft rock. ആൻസർ ഹെവി ലോഡ്സിലാണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു ഷാലോ ഫൗണ്ടേഷനാണ്. അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണ്. അത് ജനറലി പ്രൊവൈഡ് ചെയ്യുന്നത് ഹെവിലി ലോഡഡ് ആയിട്ടുള്ള സ്റ്റീൽ സാങ്ഷൻസ് അല്ലെങ്കിൽ കോളത്തിൻ്റെ അവിടെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ പുവറായിട്ടുള്ള ലൊക്കേഷൻസിലാണ് ജനറലി ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വെൻ 2 footings are connected by a beam, it is called option A combined footing, option B mat footing, option C strap footing, option D strip footing. ആൻസർ ഏതാണ്? ആൻസർ സ്ട്രാപ്പ് ഫൂട്ടിംഗ് ആണ് വരുന്നത്, ഓപ്ഷൻ സി. സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു സ്പ്രെഡ് ഫൂട്ടിംഗ് ആണ്. സ്പ്രെഡ് ഫൂട്ടിംഗ് ഫോർ എ വാളിനെയാണ് സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ലോഡ് ബിയറിംഗ് വാള് അല്ലെങ്കിൽ ഒരു ക്ലോസ്ലി സ്പേസ്ഡ് കോളത്തിൻ്റെ റോസ് വരികയാണെങ്കിൽ അവിടെ കൊടുക്കുന്ന ഫൂട്ടിംഗ് ആണ് സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. സ്ട്രാപ്പ് ഫൂട്ടിങ്ങിന് തന്നെയാണ് കാൻഡിലിവർ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇവിടെ 2 അതിലധികമോ കോളത്തിനെ ഒരു കോൺക്രീറ്റ് ബീം വെച്ചിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് മാറ്റ് ഫൂട്ടിംഗ് ആണ്. മാറ്റ് ഫൂട്ടിങ്ങിൻ്റെ വേറൊരു പേരാണ് റാഫ്റ്റ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ വെരി പുവറായിരിക്കുന്ന സാഹചര്യങ്ങളിലും അതുപോലെ തന്നെ ഒരു ഹെവി കോൺസെൻട്രേറ്റഡ് ലോഡ് ഒരു ലാർജ് ഏരിയയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട സ്ഥലങ്ങളിലും നമ്മൾ മാറ്റ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫൂട്ടിങ്ങിന് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ റാഫ്റ്റ് ഫൂട്ടിങ് യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അതായത് ഇൻഡിവിജ്വൽ ഫൂട്ടിങ്സ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് ടോട്ടൽ ഏരിയ ഓഫ് ദ സ്ട്രക്ചറിൻ്റെ 50%-നേക്കാളും കൂടുതൽ ഏരിയ എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ റാഫ്റ്റ് ഫൂട്ടിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി സ്ട്രാപ്പ് ഫൂട്ടിംഗ് ആണ്. 2 footings connected by a beam, സ്ട്രാപ്പ് ഫൂട്ടിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ബ്രിഡ്ജസ് ഇസ് ഓപ്ഷൻ എ റാഫ്റ്റ് ഫൗണ്ടേഷൻ, ഓപ്ഷൻ ബി വെൽ ഫൗണ്ടേഷൻ, ഓപ്ഷൻ സി പൈൽ ഫൗണ്ടേഷൻ, ഓപ്ഷൻ ഡി മാറ്റ് ഫൗണ്ടേഷൻ. അപ്പോൾ വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു ഡീപ്പ് ഫൗണ്ടേഷനാണ്. ഓക്കെ, അപ്പോൾ ഡീപ്പ് ഫൗണ്ടേഷൻ പൊതുവേ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 3 ടൈപ്പായിട്ടാണ്: പൈൽ ഫൗണ്ടേഷൻ, പിയർ ഫൗണ്ടേഷൻ ആൻഡ് വെൽ ഫൗണ്ടേഷൻ. പൈൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് എക്കണോമിക്കൽ ആൻഡ് സേഫസ്റ്റ് ആയിട്ടുള്ള ഡീപ്പ് ഫൗണ്ടേഷനാണ്. വാട്ടർ ലോഗ്ഡ് കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മോസ്റ്റ് എക്കണോമിക്കൽ ആൻഡ് സേഫസ്റ്റ് ആയിട്ടുള്ള ഡീപ്പ് ഫൗണ്ടേഷനാണ്. ഇത് കോളം വഴി ഒരു സ്ട്രക്ചറിൻ്റെ ലോഡ് ലോ ലെവലിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനാണ് പൈൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അടുത്തത് പിയർ ഫൗണ്ടേഷനാണ്. പിയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അണ്ടർ ബ്രിഡ്ജസ് ആൻഡ് ഫ്ലൈ ഓവേഴ്സിൻ്റെയും ബ്രിഡ്ജസിൻ്റെയും അണ്ടറിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫൗണ്ടേഷനാണ് പിയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അടുത്തത് വെൽ ഫൗണ്ടേഷനാണ്. വെൽ ഫൗണ്ടേഷന് തന്നെയാണ് കേസൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ബ്രിഡ്ജസിൻ്റെ വാട്ടർ ടേബിൾ ലെവലിന് താഴ്ത്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫൗണ്ടേഷനാണ്. അതുപോലെ തന്നെ ലാറ്ററൽ ഫോഴ്സസ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോസ്റ്റ് സ്യൂട്ടബിൾ ഫൗണ്ടേഷനാണ് വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. വെൽ ഫൗണ്ടേഷൻ തന്നെ ബോക്സ് കേസിനുണ്ട്, വെൽ കേസിനുണ്ട്, ന്യൂമാറ്റിക് കേസിനുണ്ട്. ബോക്സ് കേസിനെന്ന് പറയുമ്പോൾ ടോപ്പ് ഓപ്പൺ ആയിരിക്കും, ബോട്ടം ക്ലോസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് കേസൻസ് ആണ്. വെൽ കേസൻ എന്ന് പറയുമ്പോൾ ബോട്ടവും ടോപ്പും ഓപ്പൺ ആയിരിക്കും. ന്യൂമാറ്റിക്കിൽ ടോപ്പിൽ ക്ലോസ്ഡ് ആയിരിക്കും, ബോട്ടത്തിൽ ഓപ്പൺ ആയിരിക്കും. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് വെൽ ഫൗണ്ടേഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ടെമ്പററി വാട്ടർ ടൈറ്റ്
structure used for excluding water from a given area? Option A, caissons. Option B, dam. Option C, coffer dam. Option D, box caisson. ആൻസർ കോഫർ ഡാം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്റ്റേണൽ കർവ് ഓഫ് ആൻ ആർച്ച് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ, ഇൻട്രാഡോസ്. ഓപ്ഷൻ ബി, ബാക്ക് ഓഫ് ദ ആർച്ച്. ഓപ്ഷൻ സി, സ്ക്യൂ ബാക്ക്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. ഇതിൽ ഇൻട്രാഡോസ് എന്താണ്? ഇൻട്രാഡോസ് എന്ന് പറയുന്നത് ഇന്നർ കർവ് ഓഫ് ആൻ ആർച്ചിനെയാണ് ഇൻട്രാഡോസ് എന്ന് പറയുന്നത്. അടുത്തത് സ്ക്യൂ ബാക്ക് എന്താണെന്നാണ്. സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ സ്പ്ലേഡ് സർഫസ്, അബട്ട്മെൻറ്റിൽ ഉള്ള ഒരു ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ സ്പ്ലേഡ് സർഫസിനെയാണ് സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത്. ഇതെന്തിനാണ് ചെയ്യുന്നത്? ഇതെങ്ങനെ ചെയ്യുന്നത്? ആർച്ചിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ നിന്നാണ് ആർച്ച് സ്പ്രിങ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് എക്സ്ട്രാഡോസ് ആണ്. എക്സ്ട്രാഡോസിനെ തന്നെയാണ് ബാക്ക് ഓഫ് ദ ആർച്ച് എന്ന് പറയുന്നത്. എക്സ്ട്രാഡോസിനെയാണ് എക്സ്റ്റേണൽ കർവ് ഓഫ് ആൻ ആർച്ച് എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ബാക്ക് ഓഫ് ദ ആർച്ച് ആണ്. അതിനെ തന്നെയാണ് എക്സ്ട്രാഡോസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ആർച്ചസ് സാൻഡ് ബോക്സ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ. ഓപ്ഷൻ എ, സെൻറ്ററിങ്. ഓപ്ഷൻ ബി, ആക്ച്വൽ ലേയിങ് ഓഫ് ആർച്ച് വർക്ക്. ഓപ്ഷൻ സി, സ്ട്രൈക്കിംഗ് ഓഫ് സെൻറ്ററിങ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. ഓക്കെ, ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, സ്ട്രൈക്കിംഗ് ഓഫ് സെൻറ്ററിങ് ആണ്. ഓക്കെ, സെൻറ്ററിങ് എന്താണ്? സെൻറ്ററിങ് എന്ന് പറയുന്നത് ഒരു ആർച്ചിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് ആർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെമ്പററി സ്ട്രക്ചറിനെയാണ്, അതായത് ആർച്ചിൻ്റെ കൺസ്ട്രക്ഷനിൽ ആർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെമ്പററി സ്ട്രക്ചറിനെയാണ് സെൻറ്ററിങ് എന്ന് പറയുന്നത്. ഇവിടെ സെൻറ്ററിങ് ഓഫ് ആർച്ചസിൽ പൊതുവെ ഇതിൻ്റെ അകത്ത് ഒരു 2 പാരലൽ ബോർഡ്സ് കാണും. ഈ ബോർഡ്സിന് അതിൻ്റെ കേൾ ലെങ്ത്തിന് ത്രൂ ഔട്ടായിട്ട് നാരോ വുഡൻ സ്ട്രിപ്സ് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാവും. അതിനെയാണ് ലാഗിങ്സ് എന്ന് പറയുന്നത്. സെൻറ്ററിങ് ആർച്ചിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്തതിന് ശേഷം സെൻറ്ററിങ് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സാൻഡ് ബോക്സ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു സെൻറ്ററിങ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിമൂവൽ ഓഫ് സെൻറ്ററിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് സാൻഡ് ബോക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ സ്പാൻ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പാൻ 7 മീറ്ററിനേക്കാളും കൂടിയ സാഹചര്യങ്ങളിലാണ് സാൻഡ് ബോക്സ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇവിടെ സാൻഡ് ബോക്സ് മെത്തേഡ് യൂസ് ചെയ്യാൻ കാരണം ഷോക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 7 മീറ്റർ എക്സീഡ് ചെയ്യുന്ന സ്പാനുള്ള ആർച്ചസിൽ സാൻഡ് ബോക്സ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, സ്ട്രൈക്കിംഗ് ഓഫ് സെൻറ്ററിങ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. എ ഫ്ലോറന്റൈൻ ആർച്ച് ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഫോർ ഡാഷ് സെൻറ്റേർഡ് ആർച്ച്. ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 4. എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച് പോകേണ്ട ഒരു കാര്യമാണ്. അതായത് ടൈപ്സ് ഓഫ് ആർച്ച്. ഓക്കെ, ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ 3 ആണ്. 3 സെൻറ്റേർഡ് ആർച്ചാണ് ഫ്ലോറന്റൈൻ ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ആർച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ആർച്ചിൽ അക്കോർഡിംഗ് ടു ഷേപ്പ് ആൻഡ് നമ്പർ ഓഫ് സെൻറ്റേഴ്സ് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ഫ്ലാറ്റ് ആർച്ച് ആണ്. ഫ്ലാറ്റ് ആർച്ചിൻ്റെ വേറെ പേരുകളാണ് സ്ക്വയർ ആർച്ച്, കീംബർ ആർച്ച്, സ്ട്രെയിറ്റ് ആർച്ച് എന്നിങ്ങനെയുള്ളത്. ഇൻട്രാഡോസും എക്സ്ട്രാഡോസും സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ സ്ക്യൂ ബാക്ക് ഹൊറിസോണ്ടലുമായിട്ട് 60 ഡിഗ്രി ആയിരിക്കും ഫോം ചെയ്യുന്നത്. ലൈറ്റ് ലോഡിങ്ങിന് വേണ്ടിയിട്ടും മാക്സിമം സ്പാൻ 1.5 മീറ്റർ ആയിരിക്കും വരുന്നത്. അടുത്തത് സെഗ്മെൻ്റൽ ആർച്ചാണ്. സെഗ്മെൻ്റൽ ആർച്ച് കോമൺലി യൂസ്ഡ് ആർച്ചാണ്. ഇവിടെ ത്രസ്റ്റ് അബട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇൻക്ലൈൻഡ് ഡയറക്ഷനിലായിരിക്കും. സെൻറ്റർ ഓഫ് ദ ആർച്ച് സ്പ്രിംഗ് ലൈൻ്റെ ബിലോയിലായിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് സെമി സർക്കുലർ ആർച്ചാണ്. ഇവിടെ സ്ക്യൂ ബാക്ക് ഹൊറിസോണ്ടലായിരിക്കും, ത്രസ്റ്റ് വെർട്ടിക്കൽ ഡയറക്ഷനിലായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. 1 സെൻറ്റേർഡ് ആർച്ചാണ്. അതുപോലെ തന്നെ ഫ്ലാറ്റ് ആർച്ചും സെഗ്മെൻ്റൽ ആർച്ചും എന്ത് തന്നെയാണ്? 1 സെൻറ്റേർഡ് ആർച്ച് തന്നെയാണ്. ഇത് സെമി എലിപ്റ്റിക്കൽ ആർച്ചാണ്. ഇവിടെ ഇത് 3 സെൻറ്റേർഡ് അല്ലെങ്കിൽ 5 സെൻറ്റേർഡ് ആർച്ചോ ആകാം. അടുത്തത് ഇൻവേർട്ടഡ് ആർച്ചാണ്. ഇൻവേർട്ടഡ് ആർച്ച് 1 സെൻറ്റേർഡ് ആർച്ചാണ്. അടുത്തത് ബുൾസൈ ആർച്ചാണ്. ബുൾസൈ ആർച്ചും 1 സെൻറ്റേർഡ് ആർച്ചാണ്. സർക്കുലർ ഷേപ്ഡ് ആയിട്ടുള്ള ആർച്ചായിരിക്കും ഇത്.
അടുത്തത് പോയിൻറ്റഡ് ആർച്ചാണ്. പോയിൻറ്റഡ് ആർച്ചിനെയാണ് ഗോത്തിക് ആർച്ച് എന്ന് പറയുന്നത്. ഇത് 2 സെൻറ്റേർഡ് ആർച്ചാണ്. ഇവിടെ ഉണ്ടാകുന്ന ട്രയാങ്കിൾ ബേസ് ചെയ്തിട്ട് ഇക്വലാറ്ററൽ ആർച്ചും ഉണ്ടാവും. ഐസോസിലസ് ആണ് ഇവിടെ ഉണ്ടാകുന്ന ട്രയാങ്കിൾ എങ്കിൽ അതിനെ ലാൻസെറ്റ് അല്ലെങ്കിൽ ഐസോസിലസ് ആർച്ച് എന്നും പറയും. അടുത്തത് ഹോഴ്സ് ഷൂ ആർച്ചാണ്. ഹോഴ്സ് ഷൂ ആർച്ച് 1 സെൻറ്റേർഡ് ആർച്ചാണ്. അടുത്തത് റിലീവിങ് ആർച്ചാണ്. റിലീവിങ് ആർച്ചിനെ ഡിസ്ചാർജിങ് ആർച്ച് എന്ന് കൂടെ പറയും. അതായത് ഒരു വുഡൻ ജോയിസ്റ്റ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആർച്ചിൻ്റെ മുകളിൽ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആർച്ചാണിത്. അതിലേക്ക് വരുന്ന ലോഡിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ആർച്ചിനെയാണ് റിലീവിങ് ആർച്ച് എന്ന് പറയുന്നത്. ഇത് ഈ ഒരു വുഡൻ ജോയിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആർച്ചിൻ്റെ മുകളിലായിരിക്കും നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ആർച്ച് കൊടുക്കുന്നത്. അടുത്തത് സ്റ്റിൽറ്റഡ് ആർച്ചാണ്. സ്റ്റിൽറ്റഡ് ആർച്ച് എന്ന് പറയുന്നത് ഒരു സെമി സർക്കുലർ ആർച്ച് എടുത്തിട്ട് 2 വെർട്ടിക്കൽ പോസ്റ്റിൻ്റെ മുകളിൽ കൊടുക്കുന്നതിനെയാണ് സ്റ്റിൽറ്റഡ് ആർച്ച് എന്ന് പറയുന്നത്. 1 സെൻറ്റേർഡ് ആർച്ചാണ്. അടുത്തത് വെനീഷ്യൻ ആർച്ചാണ്. വെനീഷ്യൻ ആർച്ച് എന്ന് പറയുന്നത് 4 സെൻറ്റേർഡ് ആർച്ചാണ്. ഇവിടുത്തെ ഡെപ്ത് ഓഫ് ആർച്ച് ക്രൗൺ പോർഷനിൽ കൂടുതലായിരിക്കും ദാൻ ദാറ്റ് അറ്റ് സ്പ്രിങ്ങിങ് ലൈൻ. സ്പ്രിങ്ങിങ് ലൈനേക്കാളും കൂടുതൽ ഡെപ്ത് ഓഫ് ആർച്ച് ക്രൗൺ പോർഷനിലായിരിക്കും ഉണ്ടാകുന്നത്. ഇത് 4 സെൻറ്റേർഡ് ആർച്ചാണ്. ചർച്ചസിൽ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ആർച്ച് വെനീഷ്യൻ ആർച്ചാണ്. അടുത്തത് ഫ്ലോറൻറ്റൈൻ ആർച്ചാണ്. ഫ്ലോറൻറ്റൈൻ ആർച്ചാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെയും ഇതും സെയിം ആസ് വെനീഷ്യൻ ആർച്ചാണ്, പക്ഷേ ഇത് 3 സെൻറ്റേർഡ് ആർച്ചാണ്. അതുപോലെ തന്നെ ഇൻട്രാഡോസ് എന്ന് പറയുന്നത് സെമി സർക്കുലർ ഷേപ്പായിരിക്കും. അടുത്തത് ഓഗി ആർച്ചാണ്. ഓഗി ആർച്ച് എന്ന് പറയുന്നത് 3 സെൻറ്റേഴ്സ് ഉണ്ടാവും വിത്ത് റിവേഴ്സ് കർവാണ് വരുന്നത്. 3 സെൻറ്റേഴ്സ് വിത്ത് റിവേഴ്സ് കർവ് വരുന്നതാണ് ഓഗി ആർച്ച് എന്ന് പറയുന്നത്. അടുത്തത് ഡ്രോപ്പ് ആർച്ചാണ്. ഡ്രോപ്പ് ആർച്ച് 2 സെൻറ്റേർഡ് ആർച്ചാണ്. അടുത്തത് ടുഡോർ ആർച്ചാണ്. ടുഡോർ ആർച്ച് എന്ന് പറയുന്നത് 4 സെൻറ്റേഴ്സ് കാണും. ഇത് ആക്ച്വലി പോയിൻറ്റഡ് ആർച്ച് തന്നെയാണ്, പക്ഷേ അവിടെ 4 സെൻറ്റേഴ്സ് വരുന്ന പോയിൻറ്റഡ് ആർച്ചിനെയാണ് ടുഡോർ ആർച്ച് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ നമ്പേഴ്സ് ഓഫ് സെൻറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ 1 സെൻറ്റേർഡ് ആയിട്ടുള്ളത് ബുൾസൈ ആർച്ച്, ഹോഴ്സ് ഷൂ ആർച്ച്, സ്റ്റിൽറ്റഡ് ആർച്ച്, ഫ്ലാറ്റ് ആർച്ച്, സെഗ്മെൻ്റൽ ആർച്ചാണ്. 2 സെൻറ്റേഴ്സ് ഉള്ളത് പോയിൻറ്റഡ് ആർച്ച്. ഓക്കെ, അടുത്തത് 3 സെൻറ്റേഴ്സ് ഉള്ളത് ഫ്ലോറൻറ്റൈൻ ആർച്ച്, ഓഗി ആർച്ച്, 3 സെൻറ്റേർഡ് ആയിട്ടുള്ള സെമി എലിപ്റ്റിക്കൽ ആർച്ച് ഉണ്ടാവും. അടുത്തത് 4 സെൻറ്റേഴ്സ് ആണ്. 4 സെൻറ്റേഴ്സ് ഉള്ളത് വെനീഷ്യൻ ആർച്ചും ടുഡോർ ആർച്ചാണ്. 5 സെൻറ്റേഴ്സ് ഉള്ളത് 5 സെൻറ്റേർഡ് ആയിട്ടുള്ള സെമി എലിപ്റ്റിക്കൽ ആർച്ചാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് 2 വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പാർട്ട് 1 വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.